അത്തരത്തിലുള്ള ആൾക്കാരുടെ ചതിയിൽ പെടാതിരിക്കാം. അപ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് www.alqasimiyya.ac.ae എന്നാണ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ മാർച്ച് സമയത്താണ് ഇതിൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ നാടുകളിലൊക്കെ ലക്ഷങ്ങൾ ഫീസ് മേടിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കിടയിൽ നമുക്കറിയാം ഷാർജ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥിക്ക് 33,000 ഇങ്ങോട്ട് കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാസത്തിൽ അവരുടെ ചെലവിനോ മറ്റാവശ്യത്തിന് വേണ്ടി 33,000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമൊന്നുമല്ല. ഫീസ് മേടിക്കുന്നില്ല എന്ന് മാത്രമല്ല, മൊത്തം സൗജന്യമാണ്. ഫീസ്, ടിക്കറ്റ്, അതുപോലെ വിസ, റൂം, ഫുഡ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹൈഫൈ ഫെസിലിറ്റികളിലൂടെ ടിക്കറ്റ് എല്ലാം സൗജന്യമാണ് എന്നതിന് ഉപരി 33,000 മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അവർ ആ ഷാർജ അല്ലെങ്കിൽ UAE അവിടെ ഇൽമിന് കൊടുത്ത പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കണം. നമ്മുടെ നാടുകളിലൊക്കെ ഉസ്താദുമാർ 10,000-10,000 ശമ്പളത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, പണിയെടുക്കുമ്പോൾ, ഇത് പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ 33,000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് PU കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രശ്നം വരുന്നത് സെലക്ഷൻ. അടുത്ത് സെക്കൻഡ് PU കഴിഞ്ഞതിന് ശേഷം എന്താണ് കോഴ്സ് എടുക്കേണ്ടത് എന്നുള്ള സെലക്ഷൻ പ്രോബ്ലം, അല്ലെങ്കിൽ അതിനൊരു പിടുത്തം കിട്ടുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്. അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഷാർജ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഇവിടെ പഠിക്കാനുള്ള ഓപ്ഷൻസുകൾ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള അർഹത ഉണ്ടായിരിക്കണം പഠിക്കുന്നവർക്ക് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ആദ്യമായിട്ട് 16 വയസ്സ് മുതൽ 16 to 21 ഇയേഴ്സ് ഏജിൻ്റെ ഇടയിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ അഡ്മിഷൻ ഉള്ളത്. മാർച്ച് മുതൽ ജൂൺ വരെ ആയിരിക്കും ഇവിടുത്തെ അഡ്മിഷൻ. ഇവിടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് കുറേ ഫേക്ക് സൈറ്റുകളിലൊക്കെ ഇതിന് നമുക്ക് ഗൂഗിളിലും ക്രോമിലും ഇതിൻ്റെ ഫേക്ക് സൈറ്റുകൾ കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഒന്നും കയറാതെ ഇതിൻ്റെ യഥാർത്ഥ സൈറ്റ് ഞാൻ ലിങ്കിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ കയറി ചെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിനേക്കുള്ള അപേക്ഷ വെക്കാം. ആദ്യമായിട്ട് വെക്കേണ്ടത് നമുക്കൊരു ഗോളാണ്. നമ്മൾ ഗോളാക്കാനുള്ള, ഒരു ലക്ഷ്യമാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ഇതിനെ മാറ്റാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനൊരു ഗോളാക്കി എടുക്കുക. കാരണം ടു ബിൽഡ് എ ഹൗസ് യു നീഡ് എ പ്ലാൻ, അല്ലേ? നമുക്കൊരു യു നീഡ് എ പ്ലാൻ ടു ബിൽഡ് എ ഹൗസ്. ഒരു വീടുണ്ടാക്കണമെങ്കിൽ ആദ്യമായിട്ട് അതിനൊരു പ്ലാൻ വേണം, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ടു ബിൽഡ് എ ലൈഫ്, നമുക്കൊരു ലൈഫ് നിർമ്മിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലൈഫ് അതിനെ ഒരു രൂപമാക്കി എടുക്കാൻ വേണ്ടി, മെച്ചമാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് വി മസ്റ്റ് ഹാവ് എ പ്ലാൻ. നമുക്കൊരു പെർഫെക്റ്റായ പ്ലാൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്ഷനാണ് ഷാർജ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞല്ലോ 16 to 21 ആണ് അവിടുത്തെ ഏജ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ഏജ് അത്ര ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുറേ ഏജൻസി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, ആ യൂണിവേഴ്സിറ്റിയുടെ പേരും പറഞ്ഞ് കുറേ പറ്റിക്കുന്നുണ്ട്, ചീറ്റിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുടെ ചതിയിൽ പെടാതെ നമ്മൾ തന്നെ യഥാർത്ഥമായ സൈറ്റ് കണ്ടെത്തി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, അവിടെ കയറി ചെന്ന് അതിൽ രജിസ്റ്റർ ചെയ്യുക, അവിടെ അപേക്ഷിക്കാം. എന്നിരുന്നാലും അഡ്മിഷൻ തുടങ്ങുന്നത് ജൂൺ ജൂലൈ വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് സാധാരണ അഡ്മിഷൻ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ നിലവിൽ 1 വർഷമായി മാറിയിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോ നാട്ടിൽ നിന്നും ഇത്ര ആൾക്കാരെന്നുണ്ടാവും. മൊത്തമായിട്ട് എടുക്കൂല, കുറേ പേരൊന്നും എടുക്കൂല. എന്നിരുന്നാലും ഒരു നാട്ടിൽ നിന്ന് മികച്ച ഇത്ര വിദ്യാർത്ഥികളെ എന്നുണ്ടാവും.
അപ്പോൾ അതിനോട് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ലേഡീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാരീഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അൺമാരീഡ് ഗേൾസിനാണ് കൂടുതൽ ഇവിടെ പ്രാശസ്ത്യം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൊബൈലിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ലാപ്ടോപ്പിൽ നമുക്ക് കഴിവിൻ്റെ പരമാവധി ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക, എന്നാൽ ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കറിയാം, ഷാർജയിൽ സ്ഥിതി ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റി പിന്നെ സൗജന്യ വിദ്യാഭ്യാസമാണ്, ഏത് വിധത്തിലും സൗജന്യമാണ്. 100-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. തഫ്സീറും ഖിറാഅത്തും എക്കണോമിക്സും അങ്ങനെ തുടങ്ങിയ. പിന്നെ അറബി പഠിക്കണം നിർബന്ധമില്ല, അറബി അറിഞ്ഞിരിക്കണം എന്നില്ല. അവിടെ അതിനുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ അതിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം കോഴ്സുകൾ എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന്. കോഴ്സുകൾ എന്ന് പറയുന്നത് 4 വർഷത്തിൻ്റെ കോഴ്സാണ്. ടോട്ടലി 4 years ഓഫ് കോഴ്സ്. 4 വർഷത്തിൻ്റെ കോഴ്സാണ്. 4 വർഷത്തിൻ്റെ കോഴ്സ് UG ഡിഗ്രിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ BA കോഴ്സുകളുണ്ട്, അറബിക്ക്, ലിറ്ററേച്ചർ, പിന്നെ ശരിയ, ഇസ്ലാമിക് സ്റ്റഡീസ്, പിന്നെ എക്കണോമിക്സ്, അങ്ങനെ തുടങ്ങിയ BA കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഖിറാഅത്ത്, അങ്ങനെ കുറേ കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇവിടെ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 70% മാർക്ക് ഉണ്ടായിരിക്കണം. സെക്കൻഡ് PU ഹയർ സെക്കൻഡ് 70%-നേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. അത് എക്കണോമിക്സ് സ്റ്റഡി ആകുമ്പോഴേക്ക് എക്കണോമിക്സ് സബ്ജക്റ്റിൽ 75%-നേക്കാൾ കൂടുതലായി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒന്നാമത്തെ വർഷത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് അറബി കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ടാവും, അതും പൂർത്തിയാക്കിയിരിക്കണം.